ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തിരുവനന്തപുരത്തോട്ട് പോവാണ്. കാരണം അവിടെ കേരളപ്പിറവിയുടെ കേരളീയം പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാമാർ വന്നോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ നിന്നുള്ളവരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ട്രെയിനകത്ത് കുറച്ച് പേരോടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ കാണണം. ഈ വരുന്ന ട്രെയിനിലാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാവരും കയറാം. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിനകത്ത് കയറിയിട്ട് ഇനിയിപ്പം തിരുവനന്തപുരം എത്തണം. അപ്പം എന്തായാലും തിരുവനന്തപുരത്ത് എത്തുന്നതാണ്. നമ്മളിതാ തിരുവനന്തപുരത്ത് നേരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബസ്സിനകത്താണ് നമ്മളെല്ലാവരും കൂടെ നിയമസഭയിലോട്ട് പോകാൻ പോകുന്നത്. ഈ കിടക്കുന്ന ബസ്സിലാണ് നമുക്ക് കയറേണ്ടത്. അങ്ങനെ നമ്മൾ ആ നിയമസഭയിൽ ഇപ്പോൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അകത്തോട്ട് പോകാൻ പോവുകയാണ്. അകത്തോട്ട് വീഡിയോഗ്രാഫി അലൗഡ് ആവണം അറിയാൻ വയ്യ, എന്നാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ നിയമസഭയിൽ വന്നാൽ ഇപ്പോൾ പാസ് മേടിച്ച് നമുക്ക് അപ്പം സൂം യൂസ് ഒക്കെ നമുക്ക് ഫ്രീ ആണ്. നമ്മൾ എൻട്രി കയറി വരുമ്പോൾ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബുക്സാണ് നമ്മളെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പം ഒരുപാട് നല്ല നല്ല ബുക്കുകളുണ്ട്. ഇതുപോലെ ഡിസ്കഷനും കാര്യങ്ങളും, ഒരുപാട് പാനൽ ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം അവിടെ പല സ്റ്റേജുകളായിട്ട് നടക്കുന്നുണ്ട്. സ്റ്റോളൊക്കെ കണ്ടുവരുന്നത് ഇനി നമ്മൾ അകത്തോട്ട് പോകാൻ പോകണം. അപ്പം നമ്മൾ ക്യൂ നിൽക്കുക. കാരണം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സ്റ്റുഡൻസ് പല പല സ്കൂളുകളിൽ നിന്ന് എല്ലാ സ്റ്റുഡൻസിനും കാണാൻ നമ്മുടെ ഒരു അസംബ്ലി ഹാളാണ്, അത് കാണാൻ. അപ്പോൾ നമ്മൾ അസംബ്ലി ഹാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുവരെ സീനൊന്നും ഇല്ലായിരുന്നു അസംബ്ലി ഹാളിലോട്ട്. വീഡിയോഗ്രാഫി അതായത് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. ഇനി അവിടെ ചെല്ലുമ്പോഴത്തെ കാര്യം അറിയാൻ വയ്യ എന്തായാലും. അപ്പം താണ്ട എല്ലാവരും ഉണ്ട്. ഇത് എൻ്റെ മൂക്കിടത് ഈ സ്കൂൾ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടപ്പോഴത്തേന് എൻ്റെ സ്കൂൾ ടൈമാണ് ആദ്യം എനിക്ക് ഓർമ്മ വന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇനി മ്യൂസിയം സൂവിലോട്ടാണ്. അപ്പം നിയമസഭയ്ക്കകത്തെല്ലാം കയറിയെല്ലാം കണ്ടു. പക്ഷെ ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് അകത്ത് ഫോട്ടോഗ്രാഫിക്കൊന്നും പെർമിഷൻ ഇല്ലായിരുന്നു. പക്ഷേ അകമൊക്കെ കാണാൻ നൈസായിരുന്നു കേട്ടോ. നല്ല ആ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും എല്ലാ കാര്യങ്ങളും വെച്ച് നല്ല അടിപൊളിയായിരുന്നു കാണാൻ. അപ്പം ഇനി എന്തായാലും നമ്മൾ പോകാൻ പോകുന്നത് സൂവിലോട്ട് മ്യൂസിയത്തിലോട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോകാം. സൂവിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം അകത്തോട്ട് പോകണം. അപ്പോൾ ഇനി ടിക്കറ്റ് എടുക്കണം. കാരണം നമുക്ക് നേരത്തെ പാസ് കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രീ അകത്തോട്ട് കയറി നമ്മൾ ഓരോ മൃഗങ്ങളെയും കാണിച്ചു തരാം. സൂ എല്ലാം കണ്ട് തീർന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിനി എല്ലായിടത്തും ചെല്ലുമ്പോഴും ഈ പാസ് കാണിച്ച് അവിടെ സീൽ ചെയ്യണം. ഇനി നമ്മൾ ആർട്ട് ഗാലറിയിലോട്ട് പോവാണ്. ആർട്ട് ഗാലറിയും കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെയും ചെറിയൊരു ഡാർക്ക്. അവിടെയും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു. അല്ല, ഫോട്ടോഗ്രാഫി അല്ല, വീഡിയോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ നേരെ മ്യൂസിയത്തിലോട്ട് പോവാണ്. അഖിലേ, അങ്ങനെ ആ മ്യൂസിയത്തിലോട്ട് പോകണം. പക്ഷേ ചെറിയൊരു സീൻ എന്തെന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴ നമ്മുടെ വ്ളോഗിനെ ബാധിക്കുമോ ഇല്ലയോ എന്നതൊരു ചോദ്യചിഹ്നമായി ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്.
ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം നോർമൽ ഡേയ്സിൽ ഇങ്ങനെ തിരക്ക് കാണത്തില്ല. പക്ഷേ ഈ കേരളീയം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടായിരുന്നു നല്ല തിരക്കുണ്ട്. വെന്യൂ ആയ യൂണിവേഴ്സിറ്റി കോളേജിലോട്ട് പോകണം. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പോയി. അവരിക്കെല്ലാം ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേനും അവർ നല്ല ടയേർഡായി, അവരൊക്കെ പോയി. അപ്പം നമ്മൾ ഇനി എന്തായാലും യൂണിവേഴ്സിറ്റി കോളേജിലോട്ട് പോവുകയാണ്. യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോകുന്നതിന് മുമ്പാണ് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ കണ്ടത്. അപ്പം നമ്മൾ വിചാരിച്ച അതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ ഒരു റോഡിൻ്റെ ഒരു സൈഡ് ബിൽഡിംഗ് ഉണ്ട്, മറ്റേ സൈഡ് ഫുള്ള് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. പലതരം ഐസ്ക്രീം, പോപ്കോൺ എല്ലാം ഉണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അകത്തോട്ട് ഈ കോളേജിലെ സ്റ്റോളൊക്കെ കണ്ടതേ ഇറങ്ങി. ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റോളൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല എൻജോയ്മെന്റ്. ആ VR റൈഡ് തന്നെയാണെങ്കിൽ നല്ല കൊള്ളാം, ഇഷ്ടപ്പെട്ട പല ടൈപ്പിലുള്ള ആ റോബോട്ടിക്സ് ഐറ്റങ്ങളൊക്കെ നല്ലൊരു വളരെ വ്യത്യസ്ത ഡിഫറെന്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അവിടോട്ട് നമ്മൾ പോകാൻ പോവാണ്. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് എന്ത് വെറൈറ്റി ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് അവിടെ ഉള്ളതെന്നൊക്കെ നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഫ്ലവർ ഷോ മാത്രമല്ല നടക്കുന്നത്, വേറെ എന്തൊക്കെയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അകത്തോട്ട് നോക്കാം.
കഴിഞ്ഞതായി ഇനി വീട്ടിലോട്ട് പോവുകയാണ്. ഗൈസ്. അപ്പോൾ അതേ തിരിച്ചു വന്നപ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു, കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുമാത്രമല്ല, നമ്മൾ മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ പോകുള്ളൂ. നമ്മൾ പകുതി സ്ഥലം പോലും കവർ ചെയ്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു പോരായ്മ തന്നെയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ അതെല്ലാം നമ്മൾ കറക്റ്റാക്കി എടുക്കും. സത്യം പറഞ്ഞാൽ 2 ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ഈ പ്രോഗ്രാം എല്ലാം കണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോൾ ഇറ്റ്സ് മീ മെഗ്മോ സൈനിങ് ഓഫ്.